നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശുവിൻ്റെ ഈ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ഭാരത മണ്ണിലേക്ക് സുവിശേഷവുമായി കടന്നു വന്ന ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹ. അലചിതറും മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാ ശ്ലീഹ. ഓ വരവായി തോമാ ശ്ലീഹ. അലചിതറും മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാ ശ്ലീഹ. ഓ വരവായി തോമാ ശ്ലീഹ. മാത്തോമാ ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ. മാത്തോമാ ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ. 1-ാം നൂറ്റാണ്ടിൽ അറബ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലേക്ക് പേർഷ്യയിൽ നിന്നും പാലസ്തീനിൽ നിന്നും ധാരാളം കച്ചവടക്കാർ എത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്കേറെ പ്രിയങ്കരമായിരുന്നു. ഭാരതത്തിലെ പ്രധാന തുറമുഖമായിരുന്ന മുസിരിസിൽ, ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ AD 52 തോമാ ശ്ലീഹ കപ്പലിറങ്ങി. അന്ന് രാജ്യം ഭരിച്ചിരുന്ന പള്ളിദാന പെരുമാൾ എന്ന മഹാരാജാവ് തോമാ ശ്ലീഹായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഒറ്റ ഏറ്റുപറച്ചിലിൽ യേശുവിലുള്ള തൻ്റെ മുഴുവൻ വിശ്വാസവും സമർപ്പണവും ഉറപ്പിച്ചു മുന്നേറിയ തോമാ ശ്ലീഹ മഹാരാജാവിൻ്റെ ഹൃദയം കവർന്നു. കൊട്ടാരത്തിൽ താമസമാക്കാനുള്ള രാജാവിൻ്റെ ക്ഷണം സ്വമനസ്സാൽ വേണ്ടെന്ന് വെച്ച് എളിയ ജീവിതമാർഗം സ്വീകരിച്ചു. യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചും സുവിശേഷത്തിന് സാക്ഷ്യമേകി. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സഭാ സമൂഹത്തിന് രൂപം നൽകി. തോമാ ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ ഈ സഭാ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. 20 വർഷത്തോളം കേരളത്തിൽ നടത്തിയ പ്രേഷിത വൃത്തിക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് തോമാ ശ്ലീഹ യാത്രയായി. തൻ്റെ സുവിശേഷ പ്രവർത്തനം വഴി മൈലാപ്പൂർ രാജാവും അനുചരന്മാരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിൽ വിശ്വാസികളായി. ഇതോടെ ചില കുബുദ്ധികളുടെ സ്ഥാപിത താൽപ്പര്യങ്ങളും അഴിമതികളും നടക്കാതെ വന്നു. ശ്ലീഹ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ഇംഗിതം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ ശ്ലീഹായെ വധിക്കാനുള്ള ഗൂഢാലോചനയുമായി മുന്നോട്ടു പോയി. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന പ്രഖ്യാപനത്തോടെ യേശുവിനായി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധനായിരുന്ന ശ്ലീഹയ്ക്ക് ഇവരുടെ എതിർപ്പുകൾ തൻ്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സമേ ആയിരുന്നില്ല. AD 72 ജൂലൈ 3-ാം തീയതി ശ്ലീഹ മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാനിരതനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്ക് തൻ്റെ അവസാന തുള്ളി രക്തം വരെ നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹം മാതൃകയായി. തോമാ ശ്ലീഹ തെളിച്ച വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തോമാ ശ്ലീഹായോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അലചിതറും മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാ ശ്ലീഹ. ഓ വരവായി തോമാ ശ്ലീഹ. അലചിതറും മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാ ശ്ലീഹ.
വിശുദ്ധ തോമാസ് ശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ, മാർത്തോമാസ് ശ്ലീഹായേ, വിശുദ്ധ തോമാസ് ശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ.